പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുവചനമാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണെന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവം തന്നെയായ വചനം മാംസം ധരിച്ച് ഈ ഭൂമിയിൽ അവതരിച്ചതാണ് യേശു ക്രിസ്തു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യേശു മരിച്ച് ഉത്ഥാനം ചെയ്ത് ഇന്നും നമ്മുടെ ഇടയിൽ ജീവനോടെ വസിക്കുന്നുണ്ട്. യേശു പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന്. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പല വിധത്തിലുള്ള സഹനങ്ങളും പ്രയാസങ്ങളും ദുഃഖദുരിതങ്ങളും രോഗങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടായെന്ന് വരാം. അപ്പോഴെല്ലാം നിരാശപ്പെടാതെ പ്രതീക്ഷയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങളിലും പാപങ്ങളിലും തെറ്റുകളിലും എല്ലാം വീണ് സാത്താൻ്റെ കെണിയിൽ പെട്ടുപോകുന്നത് മിക്കപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ വചനം അറിയാത്തത് കൊണ്ടാണ്, ദൈവിക ശക്തി അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പാളിച്ചകൾ പറ്റുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 29-ൽ യേശു പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. സങ്കീർത്തകൻ 119:11 പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾക്കാണ് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്നത്. ജീവിതത്തിൽ നെഗറ്റീവ് ചിന്തകളും വാശിയും വൈരാഗ്യവും പ്രതികാര ചിന്തയും അതുപോലെ അഹങ്കാരവും വാശിയൊക്കെ നമുക്കുണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവല്ല. ആ തിന്മയുടെ ശക്തി സാത്താനാണ്. ആ സാത്താനാണ് നിരാശയും അതുപോലെ കുറ്റബോധവും പ്രതികാര ചിന്തയുമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ കുത്തിവെക്കുന്നത്. ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റി നമ്മുടെ ആത്മാക്കളെ അവൻ്റെ കീഴിലാക്കുക എന്നതാണ് സാത്താൻ്റെ ലക്ഷ്യം. ദൈവത്തിൻ്റെ വചനങ്ങൾക്കാണ് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്നതെന്ന് വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 21-ഉം 22-ഉം തിരുവചനങ്ങളിലൂടെ വ്യക്തമായി പറയുന്നുണ്ട്. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. നാം വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ വചനമനുസരിച്ച് ജീവിക്കുന്നവരാകണം എന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വചനങ്ങൾക്കാണ് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്നത്. യേശുവിൻ്റെ വചനങ്ങൾ നമുക്ക് ഓർമ്മിപ്പിച്ച് തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നമ്മെ വഴി നടത്തുന്നത്. നാം വചനം വായിക്കുകയും വചനം ധ്യാനിക്കുകയും വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പിന്നെ പരിശുദ്ധാത്മാവാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.